Royal Bazaar, one destination for every home need. 100% quality groceries, fruits, stationery items എല്ലാം ഓഫറുകളോടെ തന്നെ ഇവിടെ ലഭ്യമാണ്. ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ മൾട്ടി ബ്രാൻഡഡ് ഹോം അപ്ലയൻസസും ഇവിടെ ലഭ്യമാണ്. അതും EMI ഓപ്ഷൻസിലൂടെ. ഷോപ്പിംഗ് ഇനി റോയൽ ആക്കാം. റോയൽ ബസാർ, മെയിൻ റോഡ്, ചേലക്കര. നവീകരിച്ച മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് പടയന്നൂർ ഗ്രാമപഞ്ചായത്ത്. പടയന്നൂർ ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 20 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച നവീകരിച്ച മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ നിർവഹിച്ചു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ ജില്ലയിൽ തന്നെ മാലിന്യ സംസ്കരണ രംഗത്ത് 3ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്ന പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ പ്ലാന്റിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള 20 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഗോഡൗണിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വിഭിന്നമായി നമ്മുടെ പഴയന്നൂർ കടകമ്പോളങ്ങളിലുള്ള ജൈവ സാധനങ്ങളൊക്കെ സാമഗ്രികളൊക്കെ ദിവസം തോറും വണ്ടികളിൽ കടകളിൽ നിന്ന് ശേഖരിച്ച് ഇവിടെ എത്തിക്കുകയും ഇവിടെ 5 തൊഴിലാളികൾ ഇതിൻ്റെ വളം നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉപജീവനം നടത്തുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ കർഷകർക്ക് അവരുടെ സമയങ്ങളിൽ കൃത്യമായി ജൈവവളം, നല്ല ഫലഭൂയിഷ്ഠമായ ജൈവവളം വിതരണം ചെയ്യുന്നതിന് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിന് കഴിയുന്നുണ്ട്. അത് സൂക്ഷിക്കുന്നതിനാവശ്യമായ ഗോഡൗൺ സൗകര്യം കുറവായിരുന്നു. ആ ഗോഡൗൺ സൗകര്യം കൂടി ഇപ്പോൾ ഇതോടുകൂടി പൂർത്തീകരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ എല്ലാവരുടെയും സഹകരണം ഈ രംഗത്ത് വേണം. അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ശേഖരിക്കുന്ന MCF കൂടിയാണ് ഇത് ഇവിടെ ഉള്ളത്. വളരെ വിസ്തൃതമായ പ്രദേശമാണെങ്കിലും പാറകൾ കൂടുതലുള്ള, കരിങ്കല്ലുകൾ കൂടുതലുള്ള പ്രദേശമായതുകൊണ്ട് ഇവിടെ നിർമ്മാണ പ്രവർത്തനത്തിന് കൂടുതൽ സംഖ്യ ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് അധ്യക്ഷയായിരുന്നു. 2024-25 സാമ്പത്തിക വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ മാലിന്യ സംസ്കരണ പ്ലാന്റിൻ്റെ നവീകരിച്ച ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം ഇന്നിവിടെ നടത്തിയിട്ടുള്ളത്. നമ്മുടെ പ്ലാന്റിൽ ജൈവവളം നിർമ്മിക്കുന്നുണ്ട്. ജൈവവളം സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗോഡൗണാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് വളരെയധികം പ്രയോജനപ്രദമാണ്. നമ്മുടെ കർഷകർക്കെല്ലാം കൃഷിഭവൻ വഴി വളരെ മിതമായ നിരക്കിലാണ് ജൈവവളം ഇവിടുന്ന് കൊടുക്കുന്നത്. അപ്പോൾ കൂടുതൽ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുവാനും അത് നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കുവാനും ഇത് സാധിക്കും. ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് അംഗം N യശോദ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AK ലത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA ഹംസ, ഗ്രാമപഞ്ചായത്ത് അംഗം S സുജാത, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അശോക് കുമാർ, കെയർ ടേക്കർ സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. വളം സൂക്ഷിക്കുവാനും പ്ലാസ്റ്റിക് തരംതിരിക്കാനുമായാണ് നവീകരിച്ച ഖരമാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തനക്ഷമമാവുക വഴി ലക്ഷ്യം വയ്ക്കുന്നത്. CCV ന്യൂസ്, പടയന്നൂർ.